നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാകുന്നില്ല, നിസ്കാരത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാകുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് ഒരൊറ്റ മരുന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉസ്താദെ, നിസ്കരിച്ചിട്ട് എത്ര നിസ്കരിച്ചിട്ടും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എത്ര നിസ്കരിച്ചിട്ടും മനസ്സ് പതറിപ്പോവാണ്, നിസ്കാരത്തിൽ പല ചിന്തകൾ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വലിയ മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ മരുന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരികയാണ്. ഞാനടക്കം നമുക്ക് ഓരോരുത്തർക്കും ആ മരുന്നിലൂടെ നിസ്കാരത്തിൽ ഒരു വലിയ സൂക്ഷ്മത നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മരുന്ന് എന്തെന്നറിയോ? സ്വല്ലി സ്വലാത്ത മുവദ്ദഈ. ലോകത്തിൽ നിന്ന് വിട പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. ഇന്ന് ബാങ്ക് കേട്ടപ്പോഴാണ് നമ്മൾ പ്രസംഗം തുടങ്ങിയത്. ഇശാ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് കൈകെട്ടുമ്പോ മനസ്സുകൊണ്ട് കരുതണം, മെനിഞ്ഞാൽ ഇശാ നിസ്കരിച്ച അഷ്റഫ് വാനി എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് ഖബറിലാണ്. ഇന്ന് ഞാൻ ഇശാ നിസ്കരിക്കുകയാണ്, നാളെ ഞാനായിരിക്കുമോ ഖബറിൽ? അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണോ അല്ലോ ഇന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കരിച്ചു പോയാൽ അവന്റെ നിസ്കാരത്തിൽ അറിയാതെ സൂക്ഷ്മത വരുന്നതാ, തന്റെ ഈമാനികമായ ആവേശം കടന്നു വരുന്നതാണ്. അറിയാതെ കണ്ണ് നനയുന്നതാ, അറിയാതെ കണ്ണ് നിറയുന്നതാ. സ്വല്ലി സ്വലാത്ത മുവദ്ദഈ. വിട പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. ലോകത്തിൽ നിന്ന് വിട പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കുക. സഹോദരിമാരെ, മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവരിക. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. നല്ല സ്ഥലത്ത് നല്ല ദിവസം നല്ലതുപോലെ മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് യോഗ്യത തരണമല്ലോ. ഒരു യോഗ്യതയുമില്ലാതിരുന്ന പാവപ്പെട്ട എന്റെ ഉപ്പ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ ഇതുപോലെ പാവപ്പെട്ടവരായ നിങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ച് അവസാനം റമളാൻ മാസത്തിന്റെ 17-ാം രാവിന്റെ വെള്ളിയാഴ്ച രാവിലെ ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ കരയുന്നതിനേക്കാളേറെ ഞാൻ സന്തോഷിച്ചു പോയി. എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഉപ്പാക്ക് അല്ലാഹു കൊടുത്ത മഹാഭാഗ്യമല്ലേ. എന്റെ പ്രിയപ്പെട്ടവൻ അല്ലാഹു ഇതിനപ്പുറം ഒരു ഭാഗ്യം പിന്നെ കൊടുക്കാനുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങളും ദുആ ചെയ്യ്. ഒരുപാട് ആലിമീങ്ങളും അയ്യപ്പൻ നിസ്കരിക്കാൻ കിട്ടാൻ, ഒരുപാട് ആലിമീങ്ങളും അയ്യപ്പൻ നിസ്കരിക്കാൻ കിട്ടാൻ. വടക്കു ഭാഗത്ത് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് മരണപ്പെട്ടു പോയപ്പോ 20 പ്രാവശ്യമാ അയ്യപ്പൻ നിസ്കരിച്ചത്. 20 പ്രാവശ്യവും അഹ്ലുൽ ബൈത്തിന്റെ രാജകുമാരന്മാരും അയ്യപ്പൻ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? ആരാണ് ഞങ്ങളോടൊപ്പം മയ്യത്ത് ചുമന്നുകൊണ്ടുവരുന്നത്? ആരാണ് ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്? ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നത്? അറിയില്ല റബ്ബേ, അറിയില്ല അല്ലോ, അറിയില്ല അല്ലാ. മുത്തായ തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ടു പോയപ്പോ 40 പേര് അയാള് നല്ലവനാണ്, നന്മ നിറഞ്ഞവനാണെന്നൊരു വാക്ക് പറഞ്ഞോൾ ആ മനുഷ്യന് ഖബറും പരലോകത്തും പിന്നെ സന്തോഷമാണ്. ആ 40 പേരാരാ? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ ക്കാരല്ല. അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയ 40 ആളുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയ 40 ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു പോയി. സഹോദരങ്ങളെ, 1000 ആള് നൗസാദ് വാഖവിയെ കുറിച്ച് പരിഹസിക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ ഒരുപാട് നിബന്ധന വേണം പ്രസംഗിക്കാൻ. ഒരുപാട് കാശ് മുടക്കണം, പ്രസംഗത്തിന് വിളിക്കുമ്പോ ചെക്കെഴുതി കൊടുക്കണം, ഏസി വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളമ്പുമ്പോ എന്ന മനസ്സറിഞ്ഞറിയുന്ന 10 ചെറുപ്പക്കാര് പറയുന്നില്ല, ഉസ്താദെ ഞങ്ങൾക്കറിയാം, അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് പറഞ്ഞ് 10 ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് പറയുമ്പോ, 10 ചെറുപ്പക്കാര് കൊല്ലത്ത് പറയുമ്പോ, അല്ലാഹുവേ, കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു 40 ആളുകളെ പടച്ചവരെ ഈ പാവപ്പെട്ടവര് വേണ്ടി തിരഞ്ഞെടുക്കണേ അല്ലാ. ഞാൻ അങ്ങനെയാണ് മനസ്സുകൊണ്ട് ദുആരക്കുന്നത്. നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണം. ആ ഒരു ഭാഗ്യം എന്റെ പെങ്ങളെ നിനക്ക് കിട്ടിയാൽ, ആ ഒരു സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയാൽ രക്ഷ ഉറപ്പാണ്, രക്ഷ ഉറപ്പാണ്, രക്ഷ ഉറപ്പാണ്.